ഞാനിപ്പോൾ എൻ്റെ മോളെ വളർത്തുന്നെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ആയിരിക്കും ഞാൻ വളർത്തുന്നത്. കാരണം അപ്പോഴേ പിള്ളേർക്ക് പല കാര്യങ്ങളും തുറന്ന് പറയാനായിട്ടും ഇപ്പം അതെന്തൊരു കാര്യം ഇരുന്നാലും പറയാനായിട്ടുള്ള ഒരു വൈബ് കണക്റ്റ് ആവുള്ളൂ. പിന്നെ ഇപ്പോഴും നമ്മൾ അമ്മ അച്ഛനൊക്കെ പറയുമല്ലോ, നിന്നെ കഷ്ടപ്പെട്ടാണ് ഞാൻ വളർത്തിയത് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മൾ ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത്, എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. അപ്പം നമ്മൾ പറയും എന്തൊരു കഷ്ടപ്പാട് ഒരു കൊച്ചിനെ വളർത്താൻ. എന്തൊക്കെ പറയണമെന്ന് അറിയാമോ കൊച്ചു കരയാതിരിക്കണേ? നമ്മള് സ്പോട്ടിൽ തന്നെ പാട്ടൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു, ഡാൻസ് കളിക്കണം, കയ്യിലെടുത്ത് വെച്ച് ഡാൻസ് കളിച്ചാലേ അവളെ കരച്ചു നിർത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. ബേബി വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ മാറ്റം? അവള് വന്നത് തന്നെ നമ്മളെല്ലാം കരയിപ്പിച്ചോണ്ടാ, കരയിപ്പിച്ചു, അത്ര ടെൻഷനൊക്കെ അടുപ്പിച്ചിട്ടാണ് വന്നേ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പായിട്ട് ഒരു Q&A ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ലൈഫിലെ പുതിയ ജേർണി സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളുടെ കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ റിപ്ലൈ തരാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡോക്ടർ കിഡ് സ്മൈൽ ഒഫീഷ്യൽ, ഹൗ ഡു യു ഫീൽ ആഫ്റ്റർ ബീങ് എ പാരന്റ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ മേഘ സ്റ്റാർട്ട് ചെയ്യും. കാരണം എനിക്കാണല്ലോ കൂടുതൽ ഫീൽ ആവണം. അതെ, എങ്ങനെയുണ്ട്? നമ്മുടെ ലൈഫ് എൻറ്റയർലി മാറി. എൻറ്റയർലി എന്ന് വെച്ചാൽ മൊത്തത്തില് മാറി. വേറെ ഏതോ ഒരു ലൈഫ്, നമ്മൾ പണ്ടത്തെ ലൈഫ് ആലോചിക്കും, പണ്ട് ഇങ്ങനെ ആയിരുന്നല്ലേ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. നമ്മുടെ അതുപോലെ തന്നെ നമ്മളുടെ പഴയ ഇപ്പം പാരന്റായി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കൊച്ചുകാർ ഇന്നും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കുറച്ച് മാസം ഇച്ചിരി സ്ട്രഗിൾ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ, ഞാൻ മേഘയെടുത്ത് ഇടയ്ക്ക് വരും, നമ്മുടെ പഴയ ലൈഫ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നമ്മളൊരു കൊച്ചൊക്കെ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ മാറ്റം വരും. പിന്നെ ഇപ്പോഴും നമ്മുടെ അമ്മ അച്ഛനൊക്കെ പറയുമല്ലോ, നിന്നെ കഷ്ടപ്പെട്ടാണ് ഞാൻ വളർത്തിയത് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മൾ ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത്, എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. അപ്പൊ നമ്മൾ പറയും എന്തൊരു കഷ്ടപ്പാട് ഒരു കൊച്ചിനെ വളർത്താൻ. നല്ല പാടാണ് അത്. കൊച്ചൊന്ന് കരഞ്ഞ് ശ്വാസം കിട്ടാതെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പേടിച്ച് ഞെട്ടിപ്പോവും. പക്ഷെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, പുതിയൊരു ലൈഫിൻ്റെ പുതിയ ജേണി, പാരൻ്റായിട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ കൊള്ളാം, ഇതുവരെ എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്. കൊച്ചിപ്പോൾ ജസ്റ്റ് ഒരു വയ്യാണ്ടായാലോ അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ശ്വാസം കിട്ടാതെ കിടന്ന് കരയൊക്കെ ചെയ്യും തൂലിക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ടെൻഷനുണ്ട്. മറ്റേതാണെങ്കിൽ ടെൻഷനൊന്നുമില്ല, ഫ്രീ ആയിട്ട് നടക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. മേഘരെന്നുള്ള വഴക്ക് മാത്രം കേട്ടാൽ ഇപ്പോൾ കൊച്ചിൻ്റെയും കൂടി കരച്ചിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനുണ്ട്. പക്ഷെ എന്തായാലും കൊള്ളാം, പുതിയൊരു ലൈഫ്. കാരണം ഇത്രയും വർഷത്തിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുകയാണ്. നമ്മുടെ ചോര അല്ലെങ്കിൽ നമ്മുടെ പുതിയൊരു തലമുറ നമ്മൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ലോകത്ത്. അതൊക്കെ തന്നെ കൊള്ളാം. എന്തായാലും ഇപ്പം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കൊച്ചിനെ കാണാൻ ചിരിക്കുമ്പോൾ. പിന്നെ ഞാൻ അറിയാതെ ചൈൽഡിഷ് ഒക്കെ ആവുകയാണ് കൊച്ചിന്റെ ഫ്രണ്ടില്. അങ്ങനെയൊക്കെ കൊള്ളാം. പുറത്തുനിന്നാളെ കേട്ടാ വിചാരിക്കും എന്തൊക്കെ പറയണമെന്ന് അറിയാമോ കൊച്ചു കരയാതിരിക്കണേ? നമ്മള് സ്പോട്ടിൽ തന്നെ പാട്ടൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു, ഡാൻസ് കളിക്കണം, കയ്യിലെടുത്ത് വെച്ച് ഡാൻസ് കളിച്ചാലേ അവളെ കരച്ചു നിർത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. ഓവറോൾ കൊള്ളാം. പിന്നെ എന്തായാലും നമുക്ക് ചില സമയമൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ അയ്യോ എന്നൊക്കെ പറഞ്ഞ വിഷമൊക്കെ ആവും. കാരണം കരച്ചിലും പ്രശ്നമൊക്കെ. പിന്നെ എല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഒന്നും ഈസി അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ടെൻഷനൊക്കെ പെട്ടെന്ന് അടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയതായിരിക്കും. പിന്നെ എന്തോ പറയാ, ഇതുവരെയുള്ള ലൈഫിൽ നിന്ന് ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആയിരിക്കും ഒരു കൊച്ചൊക്കെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ. പ്രഗ്നന്റ് ആകുമ്പോഴും നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നത്തില്ല. പക്ഷെ കൊച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പിന്നെ കാണാതിരിക്കാൻ പറ്റില്ല കൊച്ചിനെ. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പോകെ പറയാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദേവിക, വാവയ്ക്ക് ഇങ്ങനെ പേരിടാൻ കാരണം എന്താ? നല്ല പേര്. വാവയ്ക്ക് പേരിടാൻ കാരണം ഇപ്പൊ ആൺകൊച്ചായാലും പെൺകൊച്ചായിരുന്നാലും പേര് ഞാൻ സെലക്ട് ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അല്ല, അതിനു മുമ്പ് നമ്മളൊരു പേര് സെലക്ട് ചെയ്തിട്ടുണ്ട്. പെൺകൊച്ചാണെങ്കിൽ അനബൽ. ഞാൻ ചുമ്മാ നമ്മൾ അതിന് കൊച്ചിന്റെ ഞങ്ങൾ പ്രേമിച്ചോണ്ടിരുന്ന അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, പെൺകൊച്ചാണെങ്കിൽ നമ്മൾ അനബൽ എന്ന് വിളിക്കും. പിന്നെ നമുക്ക് പിന്നെ ഇപ്പൊ നമ്മൾ ക്രിസ്ത്യൻ ആണെങ്കിൽ ഇപ്പൊ ഹിന്ദു പേരിടുന്നതിലോ മുസ്ലിങ്ങളുടെ പേരിടുന്നതിലോ ഒന്നും, ഞങ്ങൾ രണ്ടുപേരും പേര് ഹിന്ദു നെയിമാണ്. ഇപ്പൊ അതിപ്പോ നമുക്ക് ഏതൊരു മതത്തിലുള്ള പേരായിരുന്നാലും പേര് ഇഷ്ടപ്പെട്ട് അത് നമ്മൾ ഇടും എന്നുള്ളത് ഇടാം. പിന്നെ നമ്മളെ വീട്ടുകാരും അങ്ങനെ വേറെ ഒന്നും പറയാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പേരാണ്. ഞാൻ ഈ പേര് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഹിന്ദി ഒരു ഫിലിം കിൽ എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു. അത് ഇടയ്ക്ക് ഞാൻ അങ്ങനെ ഹിന്ദി പടം കാണാറില്ല, പക്ഷെ എപ്പോഴും ഞാൻ സിനിമ കാണാൻ വേണ്ടി കയറിയപ്പോൾ അതിലെ നായികയുടെ പേര് തൂലിക എന്നാണ്. അപ്പോൾ ഞാൻ കൊള്ളാല്ലേ ആ പേര്. നോർത്ത് ഇന്ത്യൻസ് ആണ് ഈ പേര് കൂടുതലുള്ളത്. അതെ, തൂലിക എന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം ഈ ഒരു പേര് നമ്മുടെ കൊച്ചിനിടാൻ, ഇപ്പൊ ആലോചിക്കുമ്പോ ഇപ്പം എന്റെ കൊച്ചിന് ആ ഒരു പേരിടാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ആ സിനിമ കാണാൻ കയറിയത് എന്ന് എനിക്കിപ്പം തോന്നുന്നു. കാരണം ആ നായികയുടെ പേര് തൂലിക. അപ്പൊ കേട്ടപ്പോ കൊള്ളാം, അധികം ഞാൻ ആരെങ്കിലും കേട്ടിട്ടില്ല. അപ്പം പെൺകൊച്ചാണെങ്കിൽ തൂലിക എന്നിടാം, ആൺകൊച്ചാണെന്നുണ്ടെങ്കിൽ യുഹാൻ എന്ന് ഇടാനായിരുന്നു പ്ലാൻ. കാരണം യുഹാൻ എന്നുള്ള പേര്
എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ഒരു പുഞ്ചിരിമുറ്റത്ത് ഇട്ടിക്കോര എന്ന് പറഞ്ഞൊരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്കൊരു എൻ്റെ ക്യാരക്ടർ നെയിമാണ് യുഹാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പേര് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് യുഹാൻ എന്ന് ഇടുമായിരുന്നു. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ യുഹാൻ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് എല്ലാവരും ആനിൽ അവസാനിക്കുന്ന പേര്, യുഹാൻ, റയാൻ, ബിയാൻ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. എനിക്ക് തോന്നുന്നു തനി മലയാളിയുടെ കൊച്ചിന്റെ പേര് യുഹാൻ എന്ന്, അങ്ങനെ എന്തോ അല്ലേ, യുവാൻ എന്ന്. അപ്പോൾ എന്തായാലും എനിക്ക് ആ പേര് തൂലിക എന്നുള്ള പേര് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ പിന്നെ വേറെ മേഘയ്ക്കും പിന്നെ വേറെ അഭിപ്രായമില്ല. മേഘ പേര് കണ്ടുപിടിക്കുക എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴെന്ന് വെച്ചാൽ ഗർഭിണി ആയ സമയം തൊട്ടേ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ വേറെന്തോ വീട്ടിൽ വിളിക്കുന്ന നെയിം എന്താ? വീട്ടിൽ നമ്മള് സ്വത്തുമ്മ എന്ന് വിളിക്കും, തനു ബേബി, തനു. അത് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്ത് അങ്ങനെ വിളിക്കണേ, തനു എന്ന് വിളിക്കണേ എന്നൊക്കെ. തനു ബേബി എന്ന് നമ്മൾ വിളിക്കും വീട്ടില്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അച്ചു ബോയ് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു? അല്ല, കുട്ടികൾ വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം പെൺകുട്ടിയായിരുന്നു. കാരണം മേഘയ്ക്ക് വീട്ടിൽ 2 പെൺകുട്ടികളായതുകൊണ്ട്. ബോയ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഒന്നും നമുക്കൊരു ടെൻഷൻ ആയിരിക്കുമല്ലോ. പക്ഷെ ഗേൾ എന്ന് പറയുന്നത് നമ്മൾ പെൺപിള്ളേർ കൂടെ വളർന്നതല്ലേ, അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് അറിയാം പെൺപിള്ളേരുടെ അവരുടെ ഒരു വേ ഓഫ് തിങ്കിങ്ങും എല്ലാം നമുക്കറിയാം. ബോയ് ആകുമ്പം എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല. അല്ല, എനിക്കൊരു അനിയനാണല്ലോ, അപ്പൊ എനിക്കൊരു മോളെ വേണമെന്നായിരുന്നു ആഗ്രഹം. കാരണം എങ്ങനെയായിരിക്കും ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഒരുപാട് പെൺകുട്ടികളെ ഭയങ്കര അടച്ചു കൂട്ടിയിട്ട് അവരെ ഭയങ്കര പല കാര്യങ്ങളിലും ഫ്രീഡം ഇല്ലാത്ത രീതിയിലൊക്കെയാണ് പലയിടത്തും വളർത്തിയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അങ്ങനെയല്ല, അവൾക്ക് അവളുടേതായിട്ടുള്ള കുറെ ഇഷ്ടങ്ങൾ കാണുമായിരിക്കും. അത് ഇപ്പോഴല്ല, അവളുടെ 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം. ഇപ്പോഴ് എന്ന് പറഞ്ഞാൽ കുറുമ്പാണ്, ഇപ്പോഴേ സത്യം. നമ്മൾ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുറുമ്പ് കൂടിയ കുട്ടികൾക്കാണ് ഭയങ്കര കരച്ചിലായിരിക്കും. അത് കണ്ണീരില്ലാത്ത കരച്ചിലാണ്. കണ്ണീരൊന്നുമില്ല. പെൺകുട്ടികളെ വളർത്തുന്ന അച്ഛന്മാരൊക്കെ ഒരുപാട് ഉണ്ട്. അപ്പൊ അതെങ്ങനെയായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത്. നമ്മുടെ ആൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ വീട്ടുകാരുമായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് അച്ഛന്മാരുടെ അടുത്തൊന്നും ഭയങ്കര അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല. അങ്ങനെ അറ്റാച്ച്മെന്റ് എന്നല്ല, അച്ഛൻ്റെ അടുത്ത് അങ്ങനെ കാര്യങ്ങളൊന്നും പറയത്തില്ല. എല്ലാവരും അല്ല, ഇപ്പൊ ഞാനൊക്കെ ആയിരുന്നാലും എൻ്റെ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ അധികം കാര്യങ്ങൾ സംസാരിക്കാറില്ല. പെൺകുട്ടികളൊക്കെയാണ് അച്ഛനുമായിട്ടൊക്കെ ഭയങ്കര ഒരു ബോണ്ടൊക്കെയാണ്. അപ്പോൾ അതൊരു അടിപൊളി ആയിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ പെൺകുട്ടി വേണമെന്ന് ആയിരുന്നു ആഗ്രഹം. പക്ഷെ അമ്മയുടെ ബോണ്ടുള്ളവരും ഉണ്ട്, എന്റെ അമ്മയോടാണ് കൂടുതൽ ബോണ്ട്. അപ്പോ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പെൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ അതുപോലെ നമ്മുടെ ആഗ്രഹം പോലെ തന്നെ രണ്ടിനും പ്രിപ്പയർഡ് ആയിരുന്നു. നമ്മൾ ഒരുപാട് നല്ല നമുക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ട് നമ്മുടെ ആഗ്രഹം പോലെ സാധിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്സ, വാട്ട്സ് തൂലികാസ് ഫുൾ നെയിം? ബേബിക്ക് എത്ര മന്തായി? തൂലികയുടെ ഫുൾ നെയിം തൂലിക എം സന്ദീപ് എന്നാണ്. എം ഫോർ മേഘ. പിന്നെ ഇപ്പൊ കറക്റ്റ് 2 മാസം കഴിഞ്ഞു. ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോൾ കറക്റ്റ് 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിയ, ബേബി വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ മാറ്റം? ബേബി വന്നപ്പോ സന്തോഷമുണ്ട്. കാരണം അവള് വന്നത് തന്നെ നമ്മളെല്ലാം കരയിപ്പിച്ചു അത്ര ടെൻഷനൊക്കെ അടുപ്പിച്ചിട്ടാ വന്നേ. അപ്പൊ നമ്മള് കുറച്ചുകൂടെ സ്പെഷ്യലാണ്. നോർമലി വന്നെങ്കിൽ നമുക്ക് ഇത്രയും സ്പെഷ്യൽ ആവും. അതെ. കാരണം ഞാനൊന്നും ലൈഫിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യത്തിന് കരയാത്ത ഒരാളാണ്. ഞാനൊക്കെ ഈസി ആയിട്ട് പോയി കൊച്ചിനെ മേടിക്കാം. കാരണം എല്ലാ വീഡിയോയിൽ കാണുന്ന പോലെ മറ്റേ റിസീവിംഗ് ടവൽ കൊണ്ടുപോകുന്നു, കുട്ടി വാങ്ങുന്നു. കാരണം ഇവക്കെല്ലാം നോർമൽ ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന സമയത്താ ട്വിസ്റ്റ് ഉണ്ടായത്. ഒരിക്കലും വിചാരിക്കാത്തൊരു ട്വിസ്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. നമ്മള് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് എന്തിങ്ങനെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു ഒരു നിമിഷം. കഷ്ടപ്പെട്ട് നമ്മൾ 9 മാസം ചുമന്നിട്ട്. അതെ, ഞാൻ നോക്കിയപ്പോൾ കൊച്ചില്ലാന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോഴത്തേക്കും കുറച്ചും കൂടി നമുക്ക് കൊച്ചിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചിലപ്പോൾ നോർമലി എനിക്ക് കിട്ടിയാൽ പോലും ചിലപ്പോൾ എനിക്ക് അത്രയും ഒരു ഇതുണ്ടാവത്തില്ല. കാരണം ഇത് പിന്നെ കൊച്ചു കരഞ്ഞു എന്നൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തീർന്നു. കാരണം വെച്ചാൽ അതൊക്കെ ആയിരിക്കും ലൈഫിൽ ഏറ്റവും വലിയ ഇതെന്നുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും കഷ്ടപ്പെട്ട സമയമായിരിക്കും, വിഷമിച്ച സമയം അതായിരിക്കും. പക്ഷെ അതൊന്നുമല്ല, എൻ്റെ ലൈഫിൽ ഏറ്റവും ഞാൻ വിഷമിച്ച ഒരു ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു 2-3 മണിക്കൂറുകളാണ്. ബാക്കിയൊക്കെ അതിന് മുമ്പിൽ മുട്ടുമടക്കി ഇത് ടോപ്പ് കയറി. പക്ഷെ അതുകൊണ്ട് അത് എനിക്ക് വലിയ സ്പെഷ്യലാണ്. ഇപ്പം കൊള്ളാം, ലൈഫ് 2 മാസമായി അടിപൊളിയായിട്ട് പോകുന്നു. ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു, പക്ഷെ പോകെ കുറച്ചൊക്കെ ഓക്കെ വരണുണ്ട്. അവളുടെ ഒരു ചിരി കാണുമ്പോൾ തന്നെ മനസ്സ് ഹാപ്പിയാവും. സത്യം. ഇപ്പോഴല്ലേ ചിരിയൊക്കെ കൂടുന്ന ടൈമാണല്ലോ, അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം മുഖത്തൊക്കെ നോക്കും, ചിരിക്കും. Apart from getting a good job, what is that one thing you will teach and motivate your daughter to do for the world? എന്തായാലും മോട്ടിവേഷൻ എന്തായാലും കൊടുക്കും. കാരണം നമ്മളും കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു വന്നത്. അതുകൊണ്ട് എന്തായാലും മോട്ടിവേഷൻ കാണും. ഇപ്പോൾ നല്ലൊരു ജോബ് എന്നുള്ള അല്ലാതെ ഞാൻ ചെയ്യുന്നത് ലൈഫിൽ ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്,
കടം വാങ്ങിച്ചൊരു കാര്യം ചെയ്യരുത്. അതുപോലെ തന്നെ ഇപ്പോൾ പഠിച്ച എക്സാം ഞാൻ പറയും എല്ലാത്തിനും A+ വേണമെന്നൊന്നും ഞാൻ പറയൂല. ആവശ്യത്തിനുള്ള അറിവ് വേണം. നമ്മൾ ഇപ്പം നമ്മൾ കൊച്ചായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ പാരൻസ്, എൻ്റെ ഒരു തോട്ടിൽ ഞാൻ പറയുന്നത്, അവർക്ക് സ്കില്ല്, ഇപ്പം എന്ത് ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, ഇപ്പോൾ പാട്ടാണെങ്കിൽ പാട്ട്, അപ്പോൾ ഇപ്പോൾ ക്രിക്കറ്റ് കളിയാണെങ്കിൽ ക്രിക്കറ്റ് കളി, അതൊക്കെ നമ്മൾ കൊച്ചിലെ ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോഴാണ് പിള്ളേർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. കാരണം പണ്ട് എൻ്റെ അച്ഛനൊക്കെ എന്നെ ഡാൻസ് കളിക്കാനൊക്കെ, ഡാൻസ് പഠിപ്പിക്കാനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് അതിന് കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ എന്നെ അച്ഛൻ ആ ഒരു ട്രാക്കിലോട്ട് വിട്ടില്ല. അതുകൊണ്ട് എനിക്കെല്ലാം പകുതിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളാണ് കൊച്ചിനുള്ള വിത്ത് പാകി കൊടുക്കേണ്ടത്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പം അങ്ങനെയാണ് പിള്ളേർക്ക് കുറച്ചും കൂടി ഇഷ്ടങ്ങൾ വരുന്നത് ലൈഫിൽ. പിന്നെ മോട്ടിവേഷനായിട്ട് ഇപ്പോൾ പറഞ്ഞു കൊടുക്കും, എല്ലാ ടൈം അറ്റ് ദ ടൈം നിനക്ക് നീ മാത്രമേ കാണുള്ളൂ. അപ്പോൾ നീ നിന്റെ സ്വന്തം കാലിൽ നിൽക്കണം, ഇഷ്ടപ്പെട്ടത് ചെയ്യുക. ലൈഫിൽ പൈസയാണ് അൾട്ടിമേറ്റ്. അത് നമ്മൾ അന്തസ്സായിട്ട് നമ്മൾ ഉണ്ടാക്കുക. അത് ചിലപ്പോൾ നിന്റെ സ്കില്ല് ഉപയോഗിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ പഠിത്തം കൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയായിരുന്നാലും നീ നിന്റെ സ്വന്തം കാലിൽ നിൽക്കുക. പിന്നെ എല്ലാ കാര്യവും, ഒരു കാര്യം ഈസി ആയിട്ട് നേടാൻ നമ്മൾ നോക്കരുത്. എല്ലാത്തിനും അതിൻ്റെതായിട്ട് ഹാർഡ് വർക്ക് ഉണ്ട്. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ എന്തിനും ഒരു റിസൾട്ട് ഉണ്ടാവുമെന്നും ഞാൻ എല്ലാ കാര്യം അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പോൾ ഞാൻ കൂടുതലും ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കൊച്ചായിട്ടിരിക്കും, കുറച്ചുകൂടി കഴിയുമ്പോൾ അതിൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. കാരണം ഇപ്പം എനിക്ക് എൻ്റെ മോളെ ക്രിക്കറ്റ് പ്ലെയർ ആക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇന്ത്യൻ ടീമിൽ കളിപ്പിക്കുക, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിപ്പോൾ ആൺകൊച്ചായിരുന്നാലും പെൺകൊച്ചായിരുന്നാലും അത് ഇനി എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ള കാര്യം അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും അപ്പോൾ ഞാനത് കൊച്ചിലെ പഠിപ്പിച്ചു കൊടുക്കും, അതിനുള്ള വിത്ത് പായി കൊടുക്കും. പിന്നീട് അവൾക്ക് ചിലപ്പം അത് വേണ്ട അച്ഛാ, എനിക്കിപ്പം പാട്ട് പഠിക്കണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് അവൾക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യിച്ചു കൊടുക്കും. പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഫോളോ അപ്പും ചെയ്യും. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ എന്നെ ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഡാൻസ് എനിക്ക് പകുതിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ നീ ക്രിക്കറ്റ് കളിക്കായിരുന്നു, നിർത്തിയത് നന്നായി. മടലൊക്കെ വെച്ചിട്ട് ഒരിക്കൽ ഇവിടെ ക്രിക്കറ്റ് കളിച്ചാണ് എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ജനൽ പോയി. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഒക്കെ തന്നെ. മോട്ടിവേഷൻ എന്തായാലും ഉണ്ടാവും. അതിപ്പോൾ എൻ്റെ മോക്ക് മാത്രമല്ല, കൂട്ടുകാരന്മാർക്ക്, എൻ്റെ എല്ലാവർക്കും ഞാൻ കൊടുക്കുന്ന ഒരു സംഭവമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻഡ്രിയ ജോർജ്. തുലിക ബേബി ജനിച്ചപ്പോൾ എന്തൊക്കെ പുതിയ ശീലങ്ങൾ വന്നു, എന്തൊക്കെ പഴയ ശീലങ്ങൾ മാറി നിങ്ങൾക്ക് രണ്ടുപേർക്കും? പഴയ ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ ഉറക്കമില്ല. പഴയ ശീലം എന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ്. അതെ, നെറ്റ്ഫ്ലിക്സ് തുറക്കാറ് പോലും ഇല്ലെന്ന് തോന്നുന്നു. നേരത്തെ കാണുമായിരുന്നു. നമുക്ക് ഞാൻ പറയുള്ളൂ, ശീലങ്ങൾ മാറിയത് അതാണ്. ഉറക്കമില്ല ഒന്നാമത്തെ കാര്യം. പുതിയ ശീലം ഉറക്കമില്ല. നേരത്തെയും പിന്നെ ഉറങ്ങാൻ ടൈം ഉണ്ടായിട്ട് ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങി, പക്ഷെ അത് കാര്യമില്ലല്ലോ. നേരത്തെ ഞാൻ ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഉറക്കം എനിക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ അതിൽ കാര്യമില്ല. പുതിയ ശീലങ്ങൾ പിന്നെ വേറെന്താ, അങ്ങനെ വേറെ ശീലങ്ങൾക്ക് വേറെ മാറ്റില്ല. പിന്നെ പുറത്തോട്ട് പോകുന്നതൊക്കെ കുറഞ്ഞു. മറ്റേത് നമ്മൾ ഒന്ന് നോക്കണ്ടല്ലോ, ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വിളിച്ചാ ഞാൻ പുറത്ത് പോവാണ്, ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. ഇതിപ്പോ നമ്മൾ പുറത്ത് പോകണമെങ്കിൽ, എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്ത് പോകണമെങ്കിൽ അമ്മയുടെ കൊച്ചിനെ ഏൽപ്പിച്ചിട്ടേ പോകാൻ പറ്റും. ഇതിപ്പോ അമ്മയുടെ ഇരിക്കുകയാണ് താഴെ, എന്നിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം എപ്പോഴും കൊച്ചു നമുക്ക് പ്രയോറിറ്റി ആയിരിക്കും. ആ കൊച്ചിനെ എവിടെ ഏൽപ്പിക്കാം, കൊച്ചിനെ നമ്മൾ ഫസ്റ്റ് വാവയുടെ കാര്യമായിരിക്കും മനസ്സിൽ വരുന്നത്. നേരത്തെ നമുക്കൊന്നും ചിന്തിക്കണ്ട, ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓക്കെ ഇറങ്ങി പോവാം. അങ്ങനെ ഒരു അച്ഛനുണ്ടാവുന്നതിനേക്കാളിലും മാറ്റങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നത് മേയ്ക്ക് തന്നെയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കൂടിയാ. എന്തൊരു ചിരിക്കുന്ന എൻ്റെ അച്ഛനായി അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ മോളെ വളർത്തുന്നെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ആയിരിക്കും ഞാൻ വളർത്തുന്നത്. കാരണം അപ്പോഴേ പിള്ളേർക്ക് പല കാര്യങ്ങളും തുറന്ന് പറയാനായിട്ടും, ഇപ്പം അതെന്തൊരു കാര്യം ഇരുന്നാലും പറയാനായിട്ടുള്ള ഒരു വൈബ് കണക്റ്റ് ആവുള്ളൂ. ഇപ്പൊ ഞാനും എൻ്റെ അച്ഛനൊക്കെ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ ഞാൻ പറയൊന്നുമില്ല. നീ അങ്ങനെ പറയോ? ഞാൻ അച്ഛൻ പപ്പ അങ്ങനെയൊക്കെയാണ്, ഞാൻ കമ്പനിയാണ്, നമ്മൾ കളിച്ച് ചിരിച്ച് ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും എനിക്ക് അതാണ് ഇഷ്ടം. പപ്പ കുഴപ്പമൊന്നുമില്ല, നമ്മൾ വലുതായ പപ്പയ്ക്ക് ഉമ്മ കൊടുക്കും, കെട്ടിപ്പിടിക്കും, എല്ലാം ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അടിക്കും പിടിക്കും, അതൊക്കെ ഉണ്ട്. ഇച്ചിരി വെള്ളം കുടിയാന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ. പക്ഷെ എന്റെയൊക്കെ ഫാമിലി ലൈഫിൽ അങ്ങനെയല്ല. നമ്മളൊരു ഭയങ്കര ഫ്രണ്ട്ലി മൈൻഡഡ് ആയിട്ടുള്ള ഫാദർ ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും അറിയാം. ഇന്ന പോരായ്മകൾ നമ്മുടെ അച്ഛൻ്റെ. പക്ഷെ കുടുംബമൊക്കെ നോക്കും. പക്ഷെ ആ ഒരു നമ്മളെ പറയില്ല, അച്ഛൻ മോൻ ബോണ്ട് പോലെ നമ്മളൊരു ഫ്രണ്ട്ലി. കാരണം പലരുടെ അച്ഛനൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി മൈൻഡഡ് ഒക്കെയാണ്. അച്ഛൻ എൻ്റെ അച്ഛൻ മറ്റേ റോബോട്ട് കണക്കാണ്. വരുമ്പോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കുള്ളൂ. ഇപ്പം ഒരു വർഷം ഇപ്പൊ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തൊക്കെ ഒരു വർഷത്തെ കണക്കെടുത്ത കൂടിപ്പോയ മാക്സിമം ഒരു
1 മണിക്കൂറായിരിക്കും അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടാവുക അല്ലേ, 1 അല്ലെങ്കിൽ 2 മണിക്കൂർ. ഞാൻ ഈ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട് ചേട്ടൻ അച്ഛൻ്റെ അടുത്ത്. ഒരു വർഷം, നീ ഒരു വർഷം ആലോചിച്ച് ആ, നോക്ക്, ഒരു ദിവസം ഇപ്പൊ എത്ര നേരം സംസാരിക്കും അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയല്ല, നമ്മളെല്ലാ കാര്യത്തിലും അച്ഛനും ജോലിയായിട്ടൊക്കെ ആ സമയത്തൊക്കെ ബിസി അല്ലേ, അച്ഛനും ഓരോ കാര്യങ്ങൾക്ക് ബിസിയാണ്. അപ്പോൾ ആ ഒരു രീതിയായിരിക്കും. പിന്നെ മേഘയുടെ പെയിന് കുറവുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ, പെയിനൊക്കെ കുറവുണ്ട്. പെയിനൊക്കെ മാറി. അത് ആദ്യത്തെ പെയിൻ കണ്ടപ്പോൾ ഞാൻ കരുതി നടക്കാനേ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ സത്യം പറഞ്ഞാൽ നല്ല കുറവുണ്ട്. പിന്നെ ആയുർവേദ ട്രീറ്റ്മെന്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ആയുർവേദ ട്രീറ്റ്മെന്റ് ശരിക്കും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പം അയ്യോ, നമ്മൾ ഈ ഒന്നാമത് ഉറക്കമില്ല ആ സമയത്തൊന്നും. വാവ ഒട്ടും രാത്രി ഉറങ്ങില്ല, രാവിലെ ഉറങ്ങത്തില്ല. അപ്പം നമ്മൾ ഈ സ്പായ്ക്ക്, അത് ഹെഡ് സ്പായൊക്കെ ഇങ്ങനെ പോയിരിക്കുമ്പോൾ സുഖം എന്ന് പറഞ്ഞാൽ അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര സുഖമാണ് ശരിക്കും. എന്താണ്, നമുക്ക് ഈ ബോഡി മാത്രമല്ല, നമുക്ക് മൈൻഡിന് ഒരുപാട് റിലീഫ് നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കണം. കാരണം നമ്മുടെ മൈൻഡിനും അത് വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഇസ് യുവർ ബ്രെയിൻ ഹാൻഡിലിംഗ് ദിസ് ട്രാൻസിഷൻ ഇൻ ടു പാരന്റ്ഹുഡ്? ഫസ്റ്റ് ഒക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നമ്മൾ ലോക്കായി പോകും. നമുക്ക് ഒരിടത്തും പോകാൻ പറ്റൂല. കാരണം നമ്മൾ എല്ലായിടത്തും പ്രത്യേകിച്ച് ഒരുപാടൊക്കെ കറങ്ങി നടന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ലോക്കപ്പ്. നമുക്കൊന്ന് സിനിമ കാണാനോ ജസ്റ്റ് ഒന്ന് ഒരപ്പുറത്തൊരു കടയിൽ പോലും പോകാൻ പറ്റൂല ഫസ്റ്റൊക്കെ. എനിക്കാണെങ്കിൽ സിനിമയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ നോക്കുമ്പം എല്ലാവരും സിനിമ കാണുന്നു, എല്ലാവരും അവിടെ കറങ്ങുന്നു, ഇവിടെ കറങ്ങുന്നു. അപ്പം നമുക്ക് എത്രയൊക്കെ നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഒന്നുമല്ല, പക്ഷെ നമ്മൾ എത്രയൊക്കെ ഇതെന്ന് പറഞ്ഞാലും നമ്മൾ മനസ്സിനുള്ളിൽ അയ്യോ, നമ്മൾ അതായത് ഞാൻ എന്നൊരു വ്യക്തി ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ഒരു അമ്മയാണ്, പക്ഷെ അതിന് മുന്നേ അതിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ഒരുപാട് മിസ് ചെയ്യും. ഞാൻ മനസ്സിലിങ്ങനെ വിചാരിക്കും, അയ്യോ നമുക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, നേരത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഷോർട്ട് ടേം ആണ്. അപ്പം ഇത് കഴിയുമ്പോൾ നമ്മൾ ബാക്ക് ടു ലൈഫ് ആവും. എത്രയൊക്കെ പറഞ്ഞാലും കൊച്ചു കുറച്ചുകൂടെ സെറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ബാക്ക് ടു ലൈഫ് ആവും. പിന്നെ വാവ് വന്നപ്പോൾ പിന്നെ വേറെ ലെവൽ ഓഫ് ഹാപ്പിനെസ് ആണ് നമുക്ക്. നേരത്തെ അല്ല, വേറൊരു ലെവലാണ് ശരിക്കും. വാവയുടെ മുഖമൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും ചില സമയം നമ്മൾ പ്രൗഡ് ആവും. എന്റെ വാവയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അല്ല ഒരു പ്രൗഡായിട്ടുള്ളത് നമ്മളെ ഇടയ്ക്ക് ഫീൽ ആവും നമുക്ക്. പിന്നെ നമുക്ക് പറയും പോലെ ഓരോ കാര്യങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കും. ബേബി ആദ്യം കരഞ്ഞില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഒരുപാട് ടെസ്റ്റുകളുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം പോസിറ്റീവ് ആവുന്നത് വരെ നമുക്ക് ഭയങ്കര അതിന്റെ റിസൾട്ട് എക്സാമിന്റെ റിസൾട്ടിന് ഇത്ര ടെൻഷൻ അടിച്ചിട്ടില്ല. നമ്മൾ ഇതിന്റെ റിസൾട്ട് വരുന്നത് വരെ നമ്മൾ ഭയങ്കര ടെൻഷനാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ അതൊക്കെയാണ് ട്രാൻസിഷൻ. ഇപ്പം ഓൾറെഡി ബ്രെയിൻ ഹാൻഡിൽ ചെയ്തു തുടങ്ങി. ആദ്യമൊക്കെ ഉറക്കമൊക്കെ ഭയങ്കര പാടായിരുന്നു. അച്ഛനാണ് അമ്മയാണെന്നുള്ള ഞാൻ ഒരു ദിവസം അറിയാതെ ചേട്ടൻ പോയിട്ട് വരാമേ അങ്ങനെയൊക്കെ. ഞാനും ആദ്യമൊക്കെ എന്റെ മനസ്സിലെന്ന് വെച്ചാൽ എന്റെ കൊച്ചല്ല, എന്റെ അമ്മയുടെ കൊച്ചാണ് എന്നുള്ള രീതിയാണ്. അതായത് എന്റെ അനിയത്തിയാണെന്നാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല നമ്മുടെ കുട്ടിയാണ് എന്നുള്ള. പെട്ടെന്ന് അതായത് ഒരു ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ ഞാൻ മറന്നു, അയ്യോ എന്റെ കൊച്ചാണല്ലോ എന്ന്. സത്യം ഞാൻ എന്റെ അനിയത്തിയെ പോലെയാണ് സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ എന്റെ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ പിന്നെ ഓക്കെ ആയി, കാരണം 2 months കഴിഞ്ഞല്ലോ. അപ്പൊ ഓൾറെഡി നമ്മുടെ ബ്രെയിൻ അതുമായിട്ട് അങ്ങ് യൂസ്ഡ് ആയി. ഇപ്പൊ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴായാലും നമ്മൾ വാവേനെ കുറിച്ച് ചിന്തിക്കുക, വാവ ഉണ്ട് എന്നുള്ളത്. അപ്പൊ പിന്നെ ഇപ്പം യൂസ്ഡ് ആണ്. വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. അത് നടക്കും എന്നുള്ള കാര്യം അറിഞ്ഞൂടാ, അതിങ്ങനെ പ്ലാനിങ്ങിലാണ്. പിന്നെ അതുപോലെ ഞാനൊരു സ്റ്റുഡിയോ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, ആഗ്രഹിക്കുന്നു, എല്ലാം ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫ്യൂച്ചർ പ്ലാൻ ഉണ്ട്. വീട് വെക്കണമെന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം മുമ്പ് എല്ലാ ലോണും ക്ലോസ് ചെയ്തിട്ട് മര്യാദയ്ക്ക് ഇരിക്കണമെന്നുണ്ട്. അതാണ് അടുത്ത ഒരുപാട് EMI ഒന്നും എടുത്ത് വെക്കാൻ വയ്യ. അതുകൊണ്ട് ഇപ്പൊ ഉള്ള EMI ഒക്കെ ക്ലോസ് ചെയ്തിട്ട് ഒരു ദിവസം അടിപൊളിയായിട്ട് ഇരിക്കണം. നമ്മൾ ചെറിയ വീട്ടിലായാലും നമ്മൾ സമാധാനത്തോടെ ഇരിക്കുക, അല്ലാതെ ഒരുപാട് കടം വരുത്തി വെച്ചിട്ട് കാര്യമില്ല. പിന്നെ ഫ്യൂച്ചർ പ്ലാൻ വേറെ എന്താ, പിന്നെ ഇപ്പൊ ഈ പോകുന്ന പോക്ക് അങ്ങ് പോവാണ്. സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ട്. അപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അഭിനയിച്ചിട്ടുണ്ട്, സിനിമ അടുത്ത് ഇറങ്ങാനായിട്ടുണ്ട്, റിലീസ് ആവാനായിട്ടുണ്ട്. ഒരുപാട് നല്ല സിനിമ ചെയ്യണം, ക്രിക്കറ്റ് കളിക്കണം, അങ്ങനെ ഒരുപാട് ഫ്യൂച്ചർ പ്ലാൻ ഉണ്ട്. എല്ലാം പോകുന്നത് പോലെ നമ്മൾ അങ്ങ് തുഴയാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്റ്റോപ്പായാൽ നമ്മൾ അടുത്തത് നമ്മൾ പിടിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ എവിടെ വീണാലും അവിടെ നിന്ന് ഞാൻ പിടിച്ച് കയറും. കാരണം അങ്ങനെയാണ് നമ്മൾ വളർന്നിട്ടുള്ളത്. ജീവിതത്തിൽ ചാണകക്കുഴി കൊണ്ടിട്ടിരുന്നാലും നമ്മൾ പിടിച്ചെവിടെയായാലും കയറും. അതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. വാട്ട് യു തിങ്ക് അബൌട്ട് നെഗറ്റീവ് കമന്റ്സ്? ഓവറായ എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം ഭയങ്കരമായിട്ട് ഓവറായി. ബാക്കിയൊക്കെ നെഗറ്റീവ് കമന്റ് ഉണ്ട്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അത് അതിരി കടന്ന് പോകരുത് എന്നുള്ളത് മാത്രം, അതിനോട് മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. പിന്നെ കുറേ ആൾക്കാർ മേഘയുടെയൊക്കെ ഫോട്ടോ വേറെ പേജിലിട്ട് ഒരുമാതിരി മോശമായിട്ടുള്ള ക്യാപ്ഷനും കൊടുത്ത്, അതുപോലെ തന്നെ വേറെ വൾഗറായിട്ടുള്ള കുറേ സംഭവങ്ങൾ ചെയ്തു. ഞാനത് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഓവർ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ പേജ് ഉണ്ടാക്കിയവൻ്റെ വീട്ടിൻ്റെ നടയിൽ പോയി നിൽക്കുന്ന അടുത്ത രംഗമായിരിക്കും. അത് ആരായിരുന്നാലും അവൻ്റെ ഫോട്ടോയും വീഡിയോ സഹിതം ഞാൻ എടുത്ത് ഇതിൻ്റെ അകത്തങ്ങ് ഇടാനുള്ള ഒരു പ്ലാനും കൂടി എനിക്കുണ്ട്.
അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അത് നിർത്തുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നിങ്ങൾ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. കറക്റ്റ് നമ്മുടെ അതായത് എന്റെ അക്കൗണ്ട് ബ്ലോക്ക്, എന്റെ മറ്റേ ബിസിനസ് അക്കൗണ്ട് ബ്ലോക്ക്, വാവയുടെ അക്കൗണ്ട് ബ്ലോക്ക്, ചേട്ടന്റെ അക്കൗണ്ട് ബ്ലോക്ക്. അപ്പൊ നിങ്ങൾ എത്രയൊക്കെ ബ്ലോക്ക് ചെയ്തിരുന്നാലും കാണുന്ന ആൾക്കാർ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചേട്ടാ ഇതിനെതിരെ കേസ് കൊടുക്കെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ലിങ്കും എടുത്ത് നമ്മളെ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം മനസ്സിലാവും. അത് നമ്മൾ കാണാൻ പാടില്ല. അതായത് വാവയുടെ അക്കൗണ്ട് തുടങ്ങിയിട്ട് എത്ര ദിവസമാവും? ഒരു 1-2 മാസത്തിനകത്ത്, 1 മാസം കണ്ടാകത്തുള്ളൂ. ആ അക്കൗണ്ട് ബ്ലോക്ക് ആണ്. അപ്പൊ നമ്മളെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആരോ ആണ് ആ സംഭവം. അപ്പൊ കുഴപ്പമില്ല, അത് സൈബറിൽ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് വലിയ താമസമില്ലാതെ എടുക്കാനായിട്ട്. അപ്പോ അത് കിട്ടിക്കഴിഞ്ഞ ഉടൻ അത് ആരാണ് എന്താണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതൊക്കെ നിർത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അത്രേ ഉള്ളൂ. നെഗറ്റീവ് കമന്റ്സ് ഒന്നും ആ വഴിക്ക് അങ്ങ് പോകും. അത് പിന്നെ നമ്മളധികം വായിക്കാനും നിൽക്കത്തില്ല. പിന്നെ ഓവറായിട്ട് ഫാമിലിയെ ഓവറായിട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ചെയ്തു കഴിഞ്ഞാൽ അത് അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകൾ നിങ്ങൾ അനുഭവിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രഭു, ഒരു പെൺകുട്ടിയുടെ അച്ഛനായ ശേഷമുള്ള മാറ്റം എന്താണ്? മകളെ ഭാവിയിൽ ആരാക്കണം എന്നാണ് ആഗ്രഹം? ഒരു പെൺകുട്ടിയുടെ അച്ഛനായതിൽ അങ്ങനെ ഭയങ്കരമായിട്ട് മാറ്റമൊന്നുമില്ല. ഇപ്പൊ എല്ലാരും ആദ്യമേ പറയാ, എന്റെ വീട്ടിൽ എന്താ പറഞ്ഞു, വളർന്നു വരുന്ന ഒരു പെൺകൊച്ചാണ്. ഇവിടെ അമ്മയും എന്റെ അമ്മയും കൂടി വളർന്നു വരുന്ന ഒരു പെൺകൊച്ചാണ്. ഇനി പണം പൈസ സേവ് ചെയ്യാൻ, എന്നിട്ട് അവളെ കെട്ടിച്ചു വിടണം. അപ്പൊ ഞാൻ പറഞ്ഞ് കെട്ടിച്ചു വിടാനാ? അതാണ് ഒരു പാരന്റ് എന്ന നിലയ്ക്ക് അവർ ചെയ്യേണ്ട ഏറ്റവും വലിയ കർമ്മം എന്നങ്ങ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് ഒരു പാരന്റ് എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ടത് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ കല്യാണമല്ല. കല്യാണമൊക്കെ അത് അവരുടെ പ്രായമാകുമ്പോൾ അവർക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ കഴിക്കട്ടെ. ഇല്ല, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോ ഈ കോടി ലക്ഷങ്ങൾ മുടക്കി കല്യാണം ഞാൻ നടത്തൂല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതെല്ലാം മുടക്കിയിട്ട് അടുത്ത ദിവസം ഒരാഴ്ച കഴിയുമ്പോൾ ഡൈവോഴ്സ് ആയിട്ട് വന്ന് വീട്ടിലേക്ക് എന്തിനു പറയും? ഇപ്പൊ ഒരാൾക്ക് ഒരു കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി ഒരു രജിസ്റ്റർ മാരേജ് ചെയ്യുക. 100 രൂപയുടെ കാര്യമുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെ അതിനോടാണ് എനിക്ക് താല്പര്യം. കാരണം ഇപ്പോഴേ കൊച്ചിന് കല്യാണത്തിന് വേണ്ടി നമ്മൾ പൈസ സമ്പാദിച്ച് പിന്നെ അതൊക്കെ ഇനി അവളുടെ കാര്യം കല്യാണം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അപ്പൊ എന്റെ അമ്മ പറയും എപ്പോഴും കല്യാണത്തിന് വേണ്ടി ഇപ്പോഴേ ഞാൻ കൊച്ചിന്റെ പേരിൽ പൈസ തരണം, അത് അവളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരിക്കും, ഒരിക്കലും കല്യാണത്തിന് വേണ്ടിയിട്ടല്ല. ഇപ്പൊ കല്യാണം അവളെ കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് ആ സമയത്ത് ആരും ഇല്ല, അല്ലെങ്കിൽ അവൾക്ക് അത് വേണമെന്ന് പറഞ്ഞാൽ തന്നെ ആളെ കണ്ടെത്തിയിട്ട് ഈ സമയത്ത് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഇത്ര പേരുണ്ട്. അതെ, അപ്പൊ ഞാൻ പറയും ഒരു രജിസ്റ്റർ മാരേജ് ചെയ്യുക, തീർന്നു, അവിടെ കഴിഞ്ഞു പരിപാടി. ആർക്കും ഇല്ല. ഇപ്പൊ ഡിവോഴ്സ് ആയാലും ആർക്കും പൈസ നഷ്ടമില്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ് പഠിപ്പിക്കാൻ പോകുന്ന കാര്യം, നീ സ്വന്തം കാലിൽ നിൽക്കുക, പൈസ ഉണ്ടാക്കുക, നിനക്ക് ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക. കാരണം ഈ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞ് പഠിപ്പിക്കും. അത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനു, നിങ്ങൾ ക്രിസ്ത്യൻസ് ആണോ പിന്നെ എന്തിനാ നൂലുകെട്ട് നടത്തിയത്? കുറെ ആൾക്കാർക്ക് നമ്മൾ ഹിന്ദു എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ക്രിസ്ത്യൻ ആണ്. ഞാൻ CSI ആണ്, മേഘ ലാറ്റിൻ കാത്തലിക് ആണ്. പിന്നെ നൂലുകെട്ട് നടത്തിയത് ഒന്നാമത്തെ കാര്യം, മാമോദിസയ്ക്ക് അന്ന് ഡേറ്റ് കിട്ടിയില്ല, ഇല്ലെങ്കിൽ അത് രണ്ടും ഒരുമിച്ചായിരുന്നു. പിന്നെ എല്ലാവരും നൂലുകെട്ട് 28-ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, മേഘ അന്ന് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മേഘ എന്ന് ഓക്കെ ആവുന്നു അന്ന് മതി. അതിപ്പോ 28 48 ഇനി 58 ആയിരുന്നാലും അവള് ഓക്കെ ആയതിനു ശേഷമേ നൂലുകെട്ട് നടത്തുമെന്നുള്ള ഉണ്ടായിരുന്നുള്ളൂ. അധികം ആൾക്കാരും കൊച്ചിനെ കാണാനായിട്ട് വന്നിട്ടില്ല ഡെലിവറി ആയ സമയത്ത്. അത് ആരും വിളിക്കേണ്ടാന്ന് ഡോക്ടറിനെ വിസിറ്റേഴ്സ് വേണ്ടാന്നായിരുന്നു. അപ്പൊ ഞാൻ വെച്ചെങ്കിൽ നീ ഓക്കെ ആണെങ്കിൽ അന്ന് നമുക്ക് നൂലുകെട്ട് വെക്കാം, അന്ന് കുറെ ബന്ധുക്കളും എല്ലാരും ഉണ്ടല്ലോ അന്ന് വരാനായിട്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് മാമോദിസ, കാരണം ഒരു ഇത്തിരി ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് നൂലുകെട്ട് വെച്ചതിന് ശേഷം മാമോദിസയ്ക്ക് നമ്മൾ രണ്ടുപേരും ഫാമിലി മാത്രം മതി. പിന്നെ മാമോദിസ എന്ന് പറഞ്ഞാൽ ഞാൻ CSI ആയതുകൊണ്ടും മേഘ ലാറ്റിൻ ആയതുകൊണ്ടും നമുക്ക് നമ്മളുടെ ആ ചർച്ചില് മാമോദിസ എന്ന് പറയുന്നത് ഭയങ്കര വലിയ സംഭവമല്ല. മേഘയുടെ ചർച്ചില് ഭയങ്കര നൂലുകെട്ടിനെക്കാട്ടിലും വലിയ സംഭവമാണ് മാമോദിസ. ഞങ്ങൾ നോർമലി ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടും ഒരു ദിവസം നടത്തും. അതായത് മാമോദിസ കഴിഞ്ഞിട്ട് നൂലുകെട്ട് നോർമലി പെണ്ണിന്റെ വീട്ടിലായിരിക്കും നടത്തുന്നത്. ഇപ്പൊ നമ്മളല്ലാതെ ഒരു ചെറിയ ഹോൾ എടുത്ത് നടത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇത് പറഞ്ഞ പോലെ പെട്ടെന്ന് മാമോദിസ നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ആദ്യം നൂലുകെട്ട് നടത്തിയത്. അപ്പൊ മാമോദിസ പയ്യാലും നടത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം, ഞാനൊക്കെ പള്ളി കണ്ടിട്ട് കാലം കുറയായി. ഒന്ന് ഞാൻ നമ്മുടെ ലോക്ക്ഡൌണിന് മുമ്പ് പള്ളിയിൽ പോയതാണ്. അതിനുശേഷം പിന്നെ കല്യാണത്തിന് വേണ്ടി പള്ളിയിൽ പോയത്. പിന്നെ ഇപ്പോഴാണ് തൂലികേട് ഇതിന് വേണ്ടിയിട്ടാണ് പോയത്. ഞാൻ പോവാറില്ല, ഞാൻ അങ്ങനെ പോവാറില്ല പള്ളിയിലൊന്നും. അതായത് എല്ലാരും ഇങ്ങനെ നൂലുകെട്ട് നടത്തത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ക്രിസ്ത്യൻസിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. അതായത് ഈ കാസ്റ്റ് വെച്ചിട്ട് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അല്ല, നമ്മുടെ ഇതില് CSIയിലൊക്കെ നൂലുകെട്ട് എടുത്തു. എന്റെ അനിയനെയൊക്കെ നൂലുകെട്ട്. അപ്പം അങ്ങനെയുള്ളവർ മാത്രം. ചിലര് CSIയിൽ അച്ഛനൊക്കെ വരും, വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് നൂലൊക്കെ കെട്ടും, അങ്ങനെയൊക്കെയാണ്.
നൂലുകെട്ട് നമ്മൾ നോർമലി ഹിന്ദുക്കളൊന്നുമില്ല, നൂലുകെട്ട് എല്ലാവർക്കും നടത്താം, അങ്ങനെയുള്ളതാണ്. അല്ല ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ എന്നൊന്നുമില്ല. നമ്മളെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും ഹിന്ദുക്കളാണെന്ന് വിചാരിക്കും. മേഘ, സന്ദീപ്, ഇപ്പൊ തൂലിക എന്ന് പേരിട്ടപ്പോഴും വിചാരിക്കും ഹിന്ദു ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണ്, അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മരിയ. ഹൗ വാസ് യുവർ പ്രഗ്നൻസി പീരീഡ്? പ്രഗ്നൻസി പീരീഡ് കുഴപ്പമൊന്നുമില്ല. പ്രഗ്നൻസി പീരീഡ് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കറക്റ്റ് 3 മാസം ആവുന്നതിന് മുന്നേ തന്നെ വൊമിറ്റിംഗ് ഒക്കെ കുറഞ്ഞു. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പ്രഗ്നൻസി പീരീഡ് ഭയങ്കര ബെറ്റർ ആയിരുന്നു. കാരണം നമുക്ക് അങ്ങനെ മൂഡ് സ്വിങ്സ് ഒന്നും കാണില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ അല്ല. നമുക്കിപ്പോൾ ഒരു ചെറിയ കാര്യത്തിന് നമ്മൾ ഭയങ്കര ഓവറാക്കി, നമുക്കറിയാം ചിലപ്പോൾ അത് ഓവർ എന്ന് വെച്ചാൽ ചെറിയതാണെന്ന് അറിയാം. കൂടി ഉണ്ടായിരുന്നു ഒരു കണ്ണാടി പൊട്ടിയതിന്, അത് പക്ഷെ ചേട്ടനാണ് പൊട്ടിച്ചത്. അതിന് കട്ടക്കീടം ദേഷ്യപ്പെട്ടു എൻ്റെ അടുത്ത്. നമ്മള് 9 to 5 ജോബ് അല്ല. ടെക്നോ പാർക്കിൽ വർക്കിന് പോരുന്നപ്പോഴും ഞാൻ എനിക്ക് ടീം ലീഡറിനെ വിളിച്ച് പറയാം, എനിക്ക് വയ്യ, ഞാൻ ഇന്നത്തെ ദിവസം ലീവാണേ എന്നും എനിക്ക് പറയാം. എനിക്ക് എൻ്റെ കൊച്ചിനെ നോക്കാൻ പറ്റില്ല, എനിക്കൊരു ദിവസം ലീവാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് വയ്യായ്മ ഒന്നും ഇല്ല, നമുക്ക് ഫുൾ ടൈം നമ്മൾ നോക്കണം, ഫുൾ ടൈം നമ്മൾ അവയെടുത്ത് വേണം. നമുക്ക് വയ്യെങ്കിലും നമ്മൾ ചിരിച്ച് രാത്രി 12 മണിക്ക് എണ്ണീറ്റ് ഞാൻ ചിരിച്ച് കളിച്ചാണ് ഇരിക്കണം. കാരണം അപ്പം അത്രത്തോളം നമ്മൾ എഫേർട്ട് ഇടുമ്പം പിന്നെ നമ്മളെ ഹോർമോൺ ചേഞ്ചസും അതൊക്കെ കൊണ്ടായിരിക്കും. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഒന്നും എനിക്കില്ല. പക്ഷെ ചില ടൈമിൽ നമ്മൾ അയ്യോ ഭയങ്കരമായിട്ടങ്ങ് വിഷമാവും, ചില സമയം ഓവറായിട്ടങ്ങ് സന്തോഷിക്കും. എനിക്ക് തന്നെ അറിഞ്ഞൂടാ, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഭയങ്കര മറവിയാണ്, എല്ലാവർക്കും ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ശരിക്കും ഭയങ്കര മറവിയാണ്. ഞാൻ എന്തിനു ശരിക്കും റൂമിൽ വന്നിട്ട് എന്തിനു വന്നതെന്ന് തന്നെ വിചാരിക്കും. ഭയങ്കര മറവിയാണ്. നമ്മളിങ്ങനെ പറയുകയും ചെയ്ത് ഈ ട്വിൻസ് ഒക്കെ ജനിക്കുന്നവരപ്പോ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എനിക്ക് ഇപ്പോഴേ ആലോചിക്കാൻ. നമ്മൾ ഒരു കൊച്ചുണ്ടായിട്ട് ഇരിക്കുന്നത്, അപ്പൊ ട്വിൻസ് ഒക്കെ ജനിച്ചവർക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുക. നമ്മളെ പ്രഗ്നൻസി പീരീഡിലാണെങ്കിൽ മേഘ ഓക്കെ ആയിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് വരെ വേറെ കുഴപ്പമില്ല, പെയിന്റ് ടാബ്ലറ്റ് കൊടുക്കുന്നത്. പക്ഷെ അടുത്ത ദിവസം തൊട്ട്, കാരണം അത് ഭയങ്കര ഇത് തന്നെ കേട്ടോ. അത് ഞാൻ പറഞ്ഞ സ്ത്രീകളൊക്കെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരുന്നു. കാരണം ഇപ്പോഴും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ അമ്മമാരും നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യമേ CS ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ല, അതിന്റെ പെയിൻ മാത്രം അനുഭവിച്ചാൽ മതി. ഇത് നോർമലിന്റെയും പെയിൻ അനുഭവിച്ച്, കാരണം നമ്മുടെ ഒരു പ്രതീക്ഷയാണ് ആ വരും, ഡയലേഷൻ വരും, കൊച്ച് നോർമലാവും. പക്ഷേ പ്രതീക്ഷകൾ മൊത്തം തെറ്റി. CS അല്ല, എമർജൻസി ചെയ്യേണ്ടി വന്നു മൊത്തത്തിൽ. ഞാൻ ഇപ്പോ പ്രഗ്നന്റ് ആവാൻ പോകുന്നവരും ആയവർക്ക് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, മസ്റ്റ് ആയിട്ടും എക്സസൈസ് ചെയ്തിരിക്കണം. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, എക്സസൈസ് ചെയ്തതുകൊണ്ട് ആർക്കും ഒരു ദോഷമില്ല, നല്ലതേ ഉള്ളൂ. അത് നല്ലതേ ഉള്ളൂ, ബോഡിയൊക്കെ കുറച്ചുകൂടെ ഹെൽത്തി ആവും. പക്ഷെ ചിലരുടെ പെൽവിസ് ബോൺ ഉണ്ടല്ലോ, ചിലത് അങ്ങനെയാണ്, ചിലത് ബേബി വരാനായിട്ട് അഡ്ജസ്റ്റ് ആയി ഡയലേറ്റ് ആവുന്ന ബോൺ ആയിരിക്കും. പക്ഷെ ചിലരുടേത് നല്ലതായിരിക്കില്ല. പക്ഷെ എനിക്ക് ആക്ച്വലി പെൽവിക്സ് ഒക്കെ ഓക്കെ ആണ്, എന്നുവെച്ചാൽ എന്താണ് നോർമലിന് പറ്റിയതാണ്. പക്ഷെ അത് ഡയലേഷൻ വരുന്നതിന് മുന്നേ അവരുടെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോയി, വരുന്നതിന് മുന്നേ കുറഞ്ഞു. അപ്പൊ എക്സസൈസ് ചെയ്തിരുന്നു? എക്സസൈസ് ഞാൻ ചെയ്തിരുന്നു. എത്ര ദിവസം? അത് ഞാൻ ലാസ്റ്റ് ആണ് ചെയ്തത്. ലാസ്റ്റ് അല്ല, അത് നിനക്ക് ഒരു 5 മാസം കഴിഞ്ഞ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നമുക്കിപ്പോ ഒരു 3 ദിവസം കൊണ്ട് ഇപ്പൊ മസിൽ വരണമെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമില്ല. അപ്പൊ അതിനൊരു പ്രോസസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു 5 മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ നടന്നും ബാക്കിയെല്ലാം ചെയ്യണം. കാരണം ഇവള് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ആദ്യമേ എക്സസൈസ് ചെയ്ത് വന്നവർക്ക് വരെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. എക്സസൈസ് ചെയ്യാനായിട്ട് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. പക്ഷെ നമുക്ക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, പ്രഗ്നൻസി എന്ന് പറഞ്ഞാല് സിമ്പിൾ ചോദിക്കട്ടാ, നീ ഡെലിവറിക്ക് എത്ര ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് വർക്കൗട്ട്? ഒരാഴ്ച മുമ്പ്. ഒരാഴ്ച മുന്നേ. അതിൽ എത്ര പ്രാവശ്യം? അതാ ഞാൻ പറഞ്ഞത്, സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ഇവള് മേഘ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞിരുന്നാലും എക്സസൈസ് ചെയ്യുക. നിങ്ങൾ എക്സസൈസ് ചിലപ്പോ എക്സസൈസ് ഉണ്ടാവാം, പക്ഷെ ചുരുക്കമാണ്. എക്സസൈസ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. അത് ഞാൻ ഇപ്പോഴും പറയാം. അത് ഡോക്ടർ തന്നെ മേഘ എടുത്ത് പറഞ്ഞാണ് സ്ക്വാട്ടൊക്കെ ചെയ്യണം അങ്ങനെ എന്നുള്ള സംഭവം. അപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യുക. പക്ഷെ ഞാൻ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അത്യാവശ്യം. അല്ലേ, എന്തുമാത്രം നടക്കൊക്കെ ചെയ്തു. പിന്നെ നല്ല മടിയൊന്നും ഇല്ലാത്ത കൊച്ച. അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ വിചാരിക്കും ശാന്തമായിട്ട് പോകുന്നു, പക്ഷെ അല്ല, നമ്മള് എപ്പോ വേണോ എന്ത് വേണോ സംഭവിക്കാം. അല്ല, ഇപ്പൊ ഡിപ്പെൻസ് ആണ്. ചിലവർക്ക് എക്സസൈസ് ഒന്നും ചെയ്യാതെ തന്നെ ചിലപ്പോ ഇത് വരാം. അത് ഡിപ്പെൻസ് ആണ്. പക്ഷെ എക്സസൈസ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ദോഷമില്ല. മനസ്സിൽ വിചാരിക്കും ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യാനിട്ട് എനിക്ക് നോർമൽ ആയല്ലോ. ഒരുപാട് പേര് അങ്ങനെയുണ്ട്. അതൊക്കെ ഭാഗ്യം എന്ന് പറയാം. പക്ഷെ എക്സസൈസ് നിങ്ങൾ ചെയ്തതുകൊണ്ട് യാതൊരു ദോഷമില്ല. എക്സസൈസ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ദോഷമുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പ്രഗ്നൻസി പീരീഡിനെക്കാളും ഡിഫിക്കൽട്ടാണ് ഡെലിവറിക്ക് ശേഷം. സീസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മേഘ നടക്കാൻ വയ്യ. അയ്യോ, എനിക്ക് കണ്ടിട്ട് തന്നെ എനിക്ക് ഒരുമാതിരി പറ്റിയില്ല. ഇങ്ങനെ ഫസ്റ്റ് വാക്ക് കൊണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ മേഘനെ ഹാപ്പി ആക്കാൻ വേണ്ടി ചിരിപ്പിക്കുമ്പോഴത്തേക്ക് മേഘ പട്ടി. എനിക്ക് ദേഷ്യം വരും. ഈ കുറെ കത്തികൾ നമ്മൾ വയറിന്റെ അടിയിലും കുത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ നടക്കാൻ പറയുമ്പോൾ എങ്ങനെ ഇരിക്കും, ആ അവസ്ഥയായിരുന്നു. പിന്നെ ഓരോരുത്തർക്ക് റിക്കവറി ടൈം വേറെയാണ്. ഇപ്പം ഹെൽത്ത് ഒക്കെ ഓക്കെ ആയി അത്യാവശ്യം
ഇതൊക്കെ ആയിട്ടിരുന്നാൽ പെട്ടെന്ന് ചിലരൊക്കെ പെട്ടെന്ന് റിക്കവർ ആവുന്നുണ്ട്, ചിലർ പക്ഷെ ഭയങ്കര ടൈം എടുത്ത് റിക്കവർ ആവുന്നതുകൊണ്ട് അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് പോലെ ഇരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹിമ, ആഫ്റ്റർ ഡെലിവറി സന്ദീപിന് ഇപ്പോൾ മേഘയോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? ലൈക്ക് റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്നുണ്ടോ? അല്ല, എനിക്ക് ഇപ്പോ നേരത്തെയും കാലിലും ഒരു എന്താ പറയാ കുറെ കൂടെ ഒക്കെ ഇഷ്ടവും അതുപോലെ തന്നെ ഒരു റെസ്പെക്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട് മേഘടുത്ത്. കാരണം എൻ്റെ ഫ്രണ്ടിൽ കിടന്ന ഒരാൾ ഒരു മരണവേദന മരണത്തിന് തുല്യമായിട്ടുള്ളൊരു വേദന എൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഇങ്ങനെ ഒരു പുഴുവിടയ്ക്കും കാലം കൂടെ പെടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടോണ്ടിരിക്കില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, അയ്യോ ഇപ്പോൾ എന്നെ വിട്ട് പോവോ എന്നൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും ഇവിടെ ആ ഒരു പെയിനൊക്കെ ആ സമയത്ത് കണ്ടപ്പോഴത്തേക്കും. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു കൊച്ചിനെ ഇങ്ങോട്ട് സമ്മാനം തരുമല്ലോ, സമ്മാനമായിട്ട് തന്നില്ല ലൈഫിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ സർപ്രൈസ് ഗിഫ്റ്റ്. അപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി നമ്മളെ കയ്യിൽ കൊണ്ട് തരുമ്പോൾ അത് ഭയങ്കരമായിട്ട് തന്നെ എനിക്ക് മേഘയെടുത്ത് ഭയങ്കര എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും എൻ്റെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്കൊരു ഇഷ്ടം ഭയങ്കരമായിട്ട് കൂടുതൽ തോന്നും ഇത് കഴിയുമ്പോഴത്തേക്കും. കാരണം നേരത്തെ പറഞ്ഞ കണക്കിന് അത്രയും വലിയ വേദനയൊക്കെ സഹിച്ച് നമ്മുടെ ഫ്രണ്ട് ഒരാൾ മരിക്കാൻ കിടക്കുന്നു, അങ്ങനത്തെ ഒരു വേദന ഞാൻ കണ്ട് മേഘയിൽ. അപ്പോൾ അയ്യോ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ, നമ്മളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുമ്പോൾ അയ്യോ ഭയങ്കരമായിട്ട് റെസ്പെക്ട് തോന്നുന്നു, ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. എനിക്ക് നേരത്തെ കാലമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മേഘയുടെ ഇഷ്ടമുണ്ട്. ഇപ്പം മേഘയുടെ അടുത്ത് ഇപ്പം കാണാൻ തോന്നും, എല്ലാം ഉണ്ട്. ഇപ്പം കൊച്ചിനായിരുന്നാലും മേഘനായിരുന്നാലും കാണാൻ തോന്നും. അപ്പോൾ കൊച്ചു വന്നെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എനിക്ക് മേഘയെടുത്താണ്. പിന്നെ ബാക്കി മേഘ പറയട്ടെ. പണ്ടൊക്കെ വെറുതെ ഇപ്പം എന്തെങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ ടക്കനെ ദേഷ്യപ്പെടുമായിരുന്നു, പക്ഷെ ഇപ്പം അത്യാവശ്യം പെട്ടെന്ന് ദേഷ്യപ്പെടൂല. ചില കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടിയൊക്കെ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒക്കെ താന്നു തരും അല്ലേ. നേരത്തെ കല്യാണം കഴിഞ്ഞ പ്രേമിക്കുമ്പോഴും കല്യാണം കഴിഞ്ഞിട്ടായിരുന്നാലും ഞാൻ അങ്ങനെ ഒരു കാര്യം അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കൂല. കാരണം എവിടെയെങ്കിലും പറഞ്ഞാൽ എന്ന് പറഞ്ഞു. പക്ഷെ ഡെലിവറിക്ക് ശേഷം പിന്നെ നമുക്ക് തന്നെ തോന്നും ഇനി അവരുടെ അടുത്ത് ചുമ്മാ നടന്ന് നമ്മൾ കാര്യമില്ല. കാരണം ഞാൻ അനുഭവിച്ചല്ലോ, അനുഭവം കണ്ടല്ലോ, ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ അവരെന്തെങ്കിലും അവരിഷ്ടം പോലെ ചെയ്തു കൊടുക്കാം എന്ന് നമുക്ക് തോന്നിപ്പോവും. അല്ല, അത് നമ്മൾ തോന്നും, അത് അങ്ങനെയാണ്. എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ അങ്ങനെയാണ്. കാരണം പ്രേമിച്ച് നടക്കുമ്പം നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും, അത് കല്യാണം കഴിയുമ്പോഴത്തേക്കും കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും നമുക്കിടയിൽ തന്നെ ചില ഇഷ്ടങ്ങൾ നമ്മൾ അടിയുണ്ടാവും. പക്ഷേ ഈ ഡെലിവറി കഴിയുന്ന ആ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം നമുക്ക് തോന്നും. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയിച്ചാൽ എനിക്ക് അങ്ങനെയാണ്, ഭയങ്കരമായിട്ടൊരു റെസ്പെക്ട് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് മേഘയോടാണ് ചോദിക്കാനുള്ളത്. ആഫ്റ്റർ ഡെലിവറി ലൈഫ് എങ്ങനെ പോകുന്നു? മെന്റലി ആൻഡ് ഫിസിക്കലി ഓക്കെ ആയോ? ഓക്കെ ആയോന്ന് ചോദിച്ചാൽ ഫിസിക്കലി ഞാൻ ഓക്കെ ആണ്. പിന്നെ ചിലപ്പോഴൊക്കെ ഇപ്പൊ 2 months ആയിട്ടല്ലേ ഉള്ളൂ, ശരിക്കും 3 months ഒക്കെ എടുക്കും ഹീൽ ആവാന്നാ പറയണ. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ഒരുപാട് ഈ വെയിറ്റ് എടുക്കാനോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യൂല. പിന്നെ ഇപ്പം കുറെ നേരം വാവേനൊക്കെ കുറെ നേരമൊക്കെ നമ്മൾ എടുത്തിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ചെറിയൊരു തരിപ്പ്, മീൻസ് ഇങ്ങനെ കുത്തും, വയറിന്റെ അടിയിൽ ഇങ്ങനെ കുത്തും സ്റ്റിച്ചിന്റെ അവിടെ. അതിപ്പോഴും ഉണ്ട്, എപ്പോഴും ഇല്ല. പക്ഷെ നേരത്തെക്കാട്ടിലും ഒരുപാട് ബെറ്റർ ആണ് സത്യം പറഞ്ഞാൽ. പിന്നെ മെന്റലിയും കുഴപ്പമൊന്നുമില്ല, മെന്റലിയൊക്കെ ബെറ്റർ ആണ്. പക്ഷെ ചില ദിവസം ഉണ്ടല്ലോ, ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര ഡൗൺ ആയിപ്പോകും. ചില ദിവസം അത് ഒരുപാട് ചിലപ്പോൾ ഒരു കാര്യം കാണത്തില്ല, പക്ഷെ ചില ദിവസം നമ്മൾ ഹാപ്പി ആയിരിക്കും, ചില ദിവസം ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും. പക്ഷെ നേരത്തെക്കാട്ടിലും ഒക്കെ ഓക്കെയാണ്. ഞാനിങ്ങനെ ആലോചിക്കും, കാരണം ഇപ്പോൾ മേഘയുടെ അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇതിന് പോലും ചിലപ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമായിട്ടുള്ളവർക്ക് അവർക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ, അവർക്ക് എങ്ങനെയായിരിക്കും ലൈഫ് എന്നൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹത്തെ പറഞ്ഞ എൻ്റെ അമ്മയാണ്. കാരണം ഫസ്റ്റ് എനിക്ക് ഡെലിവറി കഴിഞ്ഞ ശേഷം പാല് മാത്രം എനിക്ക് കൊടുത്താൽ മതി. കാരണം ബാക്കിയെല്ലാം കൊച്ചിനെ നോക്കുന്നതുകൊണ്ട് എനിക്കൊന്ന് എടുക്കുക പോലും വേണ്ട. കാരണം അത്രയ്ക്കായിട്ട് ഇപ്പോഴും അമ്മേനെ എടുത്തോണ്ടിരിക്കണം. കാരണം അത്ര ഇതായിട്ടാണ് അമ്മ 20 ദിവസം ലീവ് എടുത്തിട്ട് അമ്മ കൂടെ ഉണ്ടായിരുന്നു. അമ്മ നോക്കിയെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് എത്ര അമ്മ നന്ദി പറഞ്ഞാലും അമ്മയുടെ സത്യം പറഞ്ഞാൽ തീരില്ല. കാരണം അത്രയ്ക്കാണ് അമ്മ നോക്കിയത്. എനിക്ക് തോന്നുന്നു അത്രയും ആ സമയത്ത് എനിക്ക് റെസ്റ്റ് കിട്ടി ഫിസിക്കലി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ബെറ്റർ ആയത് ശരിക്കും. നമ്മുടെ ഹോസ്പിറ്റലിൽ സമയത്ത് എൻ്റെ അമ്മയും ഇവളുടെ അമ്മയും എല്ലാരും ഉണ്ടായിരുന്നു. അപ്പം അതായത് എനിക്കൊന്നും ചെയ്യണ്ട, ഡയപ്പർ മാറ്റാൻ രാത്രിയാണെങ്കിലും അവള് കിടക്കുമ്പം ഒന്നെങ്കിൽ ചേട്ടൻ അമ്മ എണീക്കും, അല്ലെങ്കിൽ എൻ്റെ അമ്മ എണീക്കും, ആരെങ്കിലും ഒക്കെ എണീറ്റ് സെറ്റ് ചെയ്ത് തരും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നെ ഇപ്പം ഞാൻ ഓക്കെ ആണല്ലോ. അപ്പൊ പിന്നെ അമ്മയ്ക്ക് ഇപ്പൊ ജോലിക്ക് പോകണം, ഇപ്പൊ ചേട്ടൻ അമ്മയ്ക്കായാലും ജോലിയുണ്ട്, എൻ്റെ അമ്മയ്ക്കായാലും ജോലിയുണ്ട്. അപ്പം ഇരുന്ന് നോക്കാൻ വലുതായിട്ട് അങ്ങനെ ആരും ഇല്ല. ഇപ്പൊ അനിയത്തിയും പാലക്കാട് പോയി, അപ്പൊ ഇനിയിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ ഇരുന്ന് നോക്കാൻ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പൊ ഇവർക്ക് ഇത്രയും പേരുള്ളത് കൊണ്ട് ഇവർക്ക് വേറെ പ്രശ്നമില്ല. പക്ഷെ ഇത്രയും ആൾക്കാരില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും അവരുടെയൊക്കെ എങ്ങനെയായിരിക്കും. നമുക്ക് തന്നെ പേഴ്സണലി ഒരുപാട് പേരെ അറിയാം. അവരെന്നെ പറയും വയ്യ, അതായത് ബി പി ഷൂട്ട് ചെയ്ത് തീർന്നു ഹോസ്പിറ്റലാവും. എത്രയോ പേര് എനിക്ക് അറിയുന്നല്ലോ. കാരണം ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ നോക്കാനായിട്ടേ. നമ്മളെ ഡെലിവറി ടൈമിലായിരുന്ന സമയത്തും അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു അവരെന്നെ ഇനിയിപ്പോ നോക്കണ്ടേ, ഇനി BP ഷൂട്ട് ചെയ്ത് തീർന്നു എന്നായിരുന്നു. പക്ഷെ അനുഗ്രഹം, നമുക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ
ഇതുപോലെ ആൾക്കാർ ഉള്ളത് കൊണ്ട് നമുക്ക് ഓക്കെ, ഭാഗ്യമാണ് അത്. അത് ഒരുപാട് വേണ്ട, പക്ഷെ നമുക്ക് കുറച്ച് മാസം, ആദ്യത്തെ കുറച്ച് മാസം നമുക്കൊരു സപ്പോർട്ട്, ചെറിയൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിയാൽ മതി, ബാക്കി നമുക്ക് ഓക്കെ ആക്കി എടുക്കാം. പിന്നെ കുറെ ആൾക്കാർ കോമൺ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വീട് എവിടെ? എൻ്റെ വീട് നാലാഞ്ചിറയാണ്, ട്രിവാൻഡ്രം നാലാഞ്ചിറ പാറോട്ടുകോണമാണ് എൻ്റെ സ്ഥലം. അപ്പൊ നമ്മുടെ രണ്ടുപേരും സ്ഥലം എവിടെയാണ്? ഇപ്പൊ മേഘ വീട് ഇപ്പൊ ഇവിടെ ചെമ്പഴന്തി ആണ് ഇപ്പൊ താമസിക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 2 മാസം കൂടി കഴിയുമ്പോഴത്തേക്കും നേരെ എൻ്റെ വീട്ടിലോട്ട് വരുന്നതായിരിക്കും. പിന്നെ അവിടെ ആയിരിക്കും, ചില്ലിങ് ആയിരിക്കും. അല്ല തൂലികാസ് മൂഡ് അനുസരിച്ചിരിക്കും. തുലിക പക്ഷെ ഇപ്പൊ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴും ഓക്കെ അല്ല, പിള്ളേരാകുമ്പോ അങ്ങനെയാണല്ലോ, ചില സമയം അങ്ങനെ ആയിരിക്കും, ചില സമയം ഭയങ്കര വാശിയും കരച്ചിലൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൺനോൺ, ആരും അറിയത്തില്ല, അൺനോൺ എന്നാണ് പേര്. ഹായ് ചേച്ചി, പ്ലീസ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഓൾസോ. ഞാൻ ഇന്നലെ ചേച്ചിയെ കണ്ടു PHCയിൽ വെച്ച്, എനിക്ക് നമ്മൾ വാക്സിൻ എടുക്കാൻ പോയപ്പോൾ കണ്ടതായിരിക്കും. സോ ഹൗ ഇസ് യുവർ ബേബി ആൻഡ് ഐ സോ യുവർ സിസ്റ്റർ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ലൈക്ക് എ സെക്കൻഡ് മോം. മേമയ്ക്ക് കുട്ടികൾ വല്ലാത്തൊരു അടുപ്പമുള്ളത് പോലെ ഫീൽ ചെയ്തു, ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. അയ്യോ, എനിക്ക് തന്നെ ചിലപ്പം തോന്നിപ്പോ അവളായിരിക്കും ഇവളുടെ അച്ഛനെന്നും, സോറി ഹസ്ബൻഡ് എന്നും. കാരണം അങ്ങനെയാണ്. കാരണം പക്ഷെ നമ്മളെ പോലും എടുക്കാൻ സമ്മതിക്കില്ല, എപ്പോഴും എടുത്തോണ്ട് ഇങ്ങനെ നടക്കുക. അവള് തന്നെ എല്ലാ കാര്യം ചെയ്യുന്ന. ഇപ്പൊ ഞാൻ എടുത്തതിനേക്കാളും കൂടുതൽ അവളെടുത്തായിരിക്കും കൂടുതൽ. ഞാനും ഇപ്പം ആദ്യമൊക്കെ നമുക്ക് പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് ഈ കൊണ്ട് നമുക്ക് കുറച്ച് റിക്കവറി ടൈം ഉണ്ട്. ആ സമയത്തൊക്കെ അമ്മയും അനിയത്തിയും കൂടെയാണ് സത്യം പറഞ്ഞാൽ മൊത്തം നോക്കിയത്. അനിയത്തി മൊത്തം, അമ്മ കരയണം, അനിയത്തിയാണ് ഫുൾ ടൈം അവളെ തന്നെ നോക്കിയത്. അമ്മയ്ക്ക് ഒരു കളിപ്പാട്ടം കിട്ടിയ എപ്പോഴും കൊണ്ട് നടന്ന് കൊഞ്ചിച്ച് ഡാൻസും കളിച്ച് കൊണ്ട് നടക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇവിടെ ഇല്ല, അതിന്റെ വിഷമമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പോയിട്ട് വന്നു കഴിഞ്ഞാൽ സ്വത്തുമ്മ നിന്നെ മറന്നു പോവന്ന്. അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യാം. അവൾ ഞാൻ പറഞ്ഞില്ല, മേക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ജെം എന്ന് പറയുന്നത് ഞാനല്ല, അവൾ അനിയത്തിയാണ്. കാരണം അവളാണ് ഈ സമയത്ത് എല്ലാം A to Z കാര്യം നോക്കിയത് അവള് തന്നെയാണ്. അമ്മയും അനിയത്തിയാണ് സത്യം പറഞ്ഞത്. ഞാനൊന്നും എന്റെ 7 അയലത്ത് വരില്ല കേട്ടോ. അതിപ്പോ നെഗറ്റീവായിട്ട് നിങ്ങൾ എടുത്തിരുന്നാലും ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം. കാരണം എനിക്ക് കുറെ കാര്യത്തിൽ പേടിയുണ്ട്. എനിക്ക് കൊച്ചിനെ എടുക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഞാൻ ഇപ്പോഴാണ് ഒന്ന് പഠിച്ചത് തന്നെ. എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഈ കുഞ്ഞു പിള്ളേരെ ഞാൻ അങ്ങനെ എടുക്കാറില്ല, ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല ഇത്രയും ചെറുതിനൊന്നും. എനിക്ക് ഭയങ്കര പേടിയുള്ളതുപോലെ. ഞാൻ വരെ ഇപ്പോഴാണ് ആ ഒരു നാക്ക് പഠിച്ചത്, എങ്ങനെ എടുക്കാം എന്നൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, C-സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. നമ്മളൊരു റീല് ചെയ്തില്ലേ, അതിലും കമന്റ് ആരിട്ടേക്കുന്നുണ്ട് C-സെക്ഷനും ഡിപ്രഷൻ ഉണ്ടാവുന്നു, അങ്ങനെ എന്തോ ഇത്. അതായത് എല്ലാവരും വിചാരം നോർമലാണ് ശരിക്കുള്ള ഡെലിവറി, C-സെക്ഷൻ വലിയൊരു ഇത് അങ്ങനെയാണ് ചിലർ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. നോർമൽ ഡെലിവറിക്ക് 2-3 ദിവസമേ പെയിൻ ഉള്ളൂ. ഇത് ഒരു മാസം 1.5 മാസം. അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ 2 പെയിനും അനുഭവിച്ചു. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ഇതാകും. ശരിക്കും നോർമൽ നല്ല പെയിൻ ആണ്, പക്ഷെ ഫസ്റ്റ് പെയിൻ ആണ്. പക്ഷെ പിന്നെ പെട്ടെന്ന് കാണാൻ ഒരു ലെയർ ആയതുകൊണ്ട് സ്റ്റിച്ച് പെട്ടെന്ന് ഇതാവും. പക്ഷെ C-സെക്ഷൻ ആകുമ്പോൾ കുറച്ചൊരു റിക്കവറി ടൈം കൂടുതൽ എടുക്കും, അത്രേ ഉള്ളൂ വ്യത്യാസം. എനിക്ക് തോന്നുന്നു ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം വരുന്നത്, എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് നമ്മളെ നോക്കാനും ഒന്നിനും ആളില്ലാതെ വരിക, നമ്മളും കുഞ്ഞും മാത്രമാവുന്ന ഒരു സിറ്റുവേഷൻ വരുമല്ലോ, അപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിലാവണം അവർക്ക് അങ്ങനത്തെ കുറെ വരേണ്ടത്. ഇപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്നവരാണെങ്കിൽ എനിക്ക് എന്ത് പറയണമെന്നറിയാം. ശരിക്കും നിങ്ങൾ സമ്മതിക്കണം കേട്ടോ. പറ്റുവാണെങ്കിൽ ആരെങ്കിലും ചെറിയ രീതിയിലൊന്ന് ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ഇതായിരിക്കും. ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീം ആണെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കൂലല്ലോ. ഡിപ്രഷൻ സത്യം പറഞ്ഞു പിന്നെ ഒരുപാട് ആൾക്കാർ മേഘ വണ്ണം വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ണം വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും വണ്ണം വെച്ചു ചാടുമല്ലോ, വയറൊക്കെ ചാടും. അപ്പൊ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു ഇപ്പൊ ഇത് കഴിഞ്ഞ് നമുക്ക് എന്നോട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, അന്നോട്ട് ഇവള് വർക്കൗട്ട് ചെയ്ത് മേഘനെ ഒരു 3-4 മാസം കൊണ്ട് ഞാൻ പഴയ മേഘയാക്കും. പക്ഷെ അത് അവളും കൂടി വിചാരിക്കണം, ഞാൻ മാത്രം വിചാരിച്ച പോരാ. മേഘ കൂടി വിചാരിച്ചാൽ 3-4 മാസം കൊണ്ട് ഒരു പഴയ മേഘയാക്കി ഞാൻ എടുക്കും. ഏത് വേണം? കൊച്ചിന്റെ അനിയത്തി എന്ന് പറയണ അമ്മൂമ്മ? അത് കൊച്ചിന്റെ അനിയത്തിനെ പറയുള്ളൂ. ഇപ്പോഴും കൊച്ചിൻ്റെ അടുത്ത് ജനിച്ചെന്നേ പറയുള്ളൂ. അതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻഡ്രിയ ജോർജ്. എനി പ്ലാൻ നെക്സ്റ്റ് ട്രിപ്പ് വിത്ത് ബേബി? പ്ലാൻ ഉണ്ട്. ഇപ്പം ട്രിപ്പ് ഇനിയിപ്പോ എന്തോ നമ്മളിനി കൊച്ച് ഒരുവിധം ആയതിനു ശേഷം എന്തായാലും 2 വയസ്സാവുന്നതിന് മുമ്പായിട്ട് നമ്മളെല്ലാ ട്രിപ്പ് 2 ട്രിപ്പ് അടിക്കുന്നത്. കാരണം 2 വയസ്സായി കഴിഞ്ഞാൽ നമ്മള് കൊച്ചിനും കൂടി ടിക്കറ്റ് വെച്ചിരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത് ബാലി പോകാനായിട്ട് നമുക്കൊരു ഉണ്ട് അല്ലേ, പോണ്ടേ? കൊച്ചെങ്ങനെയാണോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ല. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചിലപ്പോൾ നടന്നൊന്നും വരൂല. പറ്റുവാണെങ്കിൽ പോവാം. അല്ല, ഞാൻ മേഘ ഇപ്പം കൊച്ചെല്ലാം കൂടി ഓക്കെ ആയതിനു ശേഷം മേഘയ്ക്കൊരു ട്രിപ്പിന്റെ ആവശ്യം എന്തായാലും ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വെച്ചാൽ അടുത്തൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലാനിങ്ങിനുണ്ട്. അതെ, പോണ്ടേ? എനിക്കിപ്പോ അവിടെ പുറത്ത് പോണ തന്നെ ഭയങ്കര ട്രിപ്പാണ്. എനിക്ക് ഇന്നലെ ഞാൻ ലെൻസ്കാർട്ട് വരെ പോയി. എനിക്ക് ആദ്യം ഒരു ട്രിപ്പ് നമുക്ക് തമ്പാനൂർ ഒന്ന് പോയാലോ? അത് എനിക്ക് സത്യം പറഞ്ഞ ട്രിപ്പാണ്. അപ്പൊ ഞാൻ മേഘയ്ക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ
സർപ്രൈസ് ആയിട്ടൊന്നും. ഇപ്പൊ എല്ലാം പൊളിഞ്ഞല്ലോ. അല്ല, ഞാനൊരു ഇന്റർനാഷണൽ ട്രിപ്പ്, അതിപ്പോ എവിടെയാണെന്നുള്ളത് ചെയ്തില്ല. ഒരു 6-7 മാസം കൂടി കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റ് ആയതിനു ശേഷം പോകുന്നതായിരിക്കും അടുത്തൊരു ട്രിപ്പ്. പുറത്തുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ ഓക്കെ ആവുന്നപ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര രൂപയായി ഡെലിവറി എല്ലാം കൂടെ ഹോസ്പിറ്റൽ ബിൽ? എനിക്ക് തോന്നുന്നു 1,20,000 രൂപ അവിടെ ആയി, ഹോസ്പിറ്റലിലായി. അതില് എനിക്ക് തോന്നുന്നു കൊച്ചിന് 50-60 എത്രയായി. അതെനിക്ക് ക്ലെയിം കിട്ടി. ഇൻഷുറൻസ് ഉണ്ട്, എനിക്കുണ്ടായിരുന്നു. കൊച്ചിനില്ല, മേയ്ക്കുണ്ട്. പക്ഷെ ജനിക്കുന്നതിന്റെ അന്ന് തൊട്ട് മേയ്ക്ക് ഡെലിവറിക്ക് കിട്ടത്തില്ല. കാരണം 2 വർഷത്തെ എമൗണ്ട് അടച്ചതുള്ളൂ. ആ പീരീഡ് കംപ്ലീറ്റ് ആയി. 2 വർഷത്തിന് ശേഷം ഒരു വർഷം കൂടെ കഴിഞ്ഞ് പ്രഗ്നന്റ് ആവണമായിരുന്നു. എനിക്ക് കറക്റ്റ് കിട്ടി 2 വർഷം കഴിഞ്ഞ്. അതായത് ഈ നവംബർ കഴിയുമ്പോൾ തൊട്ട് മേഘന് ഡെലിവറി ആവണേ കൊച്ചിന് മേഘയ്ക്കും കൂടി കിട്ടും. മോളുടെ പേരിൽ അഡ്മിഷൻ എടുത്തത് കൊണ്ട് കൊച്ചിന് കിട്ടും. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 60,000 രൂപ അടുപ്പിച്ച് കൊച്ചിന് ഇൻഷുറൻസ് കിട്ടി. ശരിക്കും അത്രയും വരത്തില്ലായിരുന്നു. പക്ഷെ നമുക്ക് ഈ വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു ആദ്യം. NICU വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അതിന്റെ ഒരു എമൗണ്ട് ആയി. അപ്പൊ അതെനിക്ക് തോന്നുന്നു ഒരു 60 രൂപ അടുപ്പിച്ചായി. അത് 60 രൂപ ക്ലെയിം ചെയ്ത് കിട്ടി. 60 കിട്ടില്ല, 50 സംതിങ് എന്തോ കിട്ടി. അതിൽ കുറെ ബ്ലഡ് ടെസ്റ്റിന്റെ ഒന്നും കിട്ടത്തില്ല, അത് കിട്ടി. അപ്പം എന്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും പറയുന്നത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. അതിപ്പോ ഇപ്പം മെഡിക്കൽ കാര്യത്തിനാണ് നമ്മളെ കയ്യിൽ നിന്ന് പെട്ടെന്ന് നല്ലപോലെ പൈസ ആവുന്നത്. സിസേറിന് കുറച്ചുകൂടെ റേറ്റ് ആവും. പക്ഷെ നമ്മളെ മനസ്സിൽ വരുമല്ലോ നോർമൽ ആയിരിക്കും. അങ്ങനെയൊന്നും ഇല്ല. ചിലപ്പോൾ സിസേറിനും ആവാം. രണ്ടും പ്രതീക്ഷിച്ച് പോവുക, അത്രേ ഉള്ളൂ. അപ്പൊ മൈൻഡ് സെറ്റ് ആവും. അപ്പോ ഇത്രയൊക്കെയാണ് ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഒരുപാട് ആൾക്കാർ റിപ്പീറ്റ് ചെയ്ത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിച്ചു നമ്മുടെ സ്ഥലം എവിടെയാണ്. നമ്മൾ ട്രിവാൻഡ്രം നാലാഞ്ചിറ പാറോട്ടോണത്താണ് നമ്മുടെ സ്ഥലം. മേഘ ഇപ്പൊ ചെമ്പഴന്തിയിലാണ്. 2 മാസം കൂടി കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലോട്ട് വരും. അപ്പോൾ പിന്നെ ഇനി പാറോട്ടോണത്തായിരിക്കും. ഒരു കിടിലം വെൽക്കം ഉണ്ട് നിങ്ങൾക്ക്, കൊച്ചിനും നിനക്കും. വെൽക്കം. അതൊക്കെ ഉണ്ട്. സർപ്രൈസ്. അപ്പോ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ഗൈസ്, ലവ് യു ഓൾ.